ഹായ്, നമുക്ക് പ്രപ്പോസിഷനെ കുറിച്ചാണല്ലോ ഈയിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് അറ്റ് നമ്മൾ പഠിച്ചു. എന്നാൽ ഫ്രം, ഓഫ് ഇവയെക്കുറിച്ച് നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതാണ്. അവൻ എവിടെ നിന്ന് വരുന്നു, ഈസ് കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഓഫും ഉപയോഗിക്കാറുണ്ട്. ഇവയെല്ലാം പ്രിപ്പോസിഷനാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഉദാഹരണം നോക്കാം. ഡീസൽ ഫ്യുവൽ ഈസ് മേഡ് ഫ്രം ക്രൂഡ് ഓയിൽ. എന്നാൽ അവിടെ മേഡ് ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂഡ് ഓയിലിൽ നിന്നുമാണ് ഡീസൽ ഫ്യുവൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ പറയുമ്പോൾ നമ്മൾ അതിന് പകരം ഓഫാണ് ഉപയോഗിക്കുന്നത്. അതായത് സ്കൂൾ ബാഗ് ഈസ് മേഡ് ഓഫ് ലെതറിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ഫ്രമും ഇവിടെ ഓഫും വന്നു? ഈ പ്രപ്പോസിഷൻസ് എന്തുകൊണ്ട് മാറി വന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നോക്കൂ, ക്രൂഡ് ഓയിൽ എന്നത് ഒരവസ്ഥയാണ്. അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ഘടന, അത് മൊത്തത്തിൽ ഒന്നാണ്. എന്നാൽ ഡീസൽ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ഘടന, അതിൻ്റെ ഉപയോഗം എല്ലാം മറ്റൊന്നാണ്. ഒന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മറ്റൊന്ന്. ക്രൂഡ് ഓയിലിൽ നിന്നും പൂർണ്ണമായിട്ടും മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുകയാണ്, മറ്റൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഒന്നിൽ നിന്നും പൂർണ്ണമായി മറ്റൊന്നിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ മേഡ് ഫ്രം എന്ന് പറയുന്നത്. അതായത് ഡീസൽ ഈസ് മേഡ് ഫ്രം ക്രൂഡ് ഓയിൽ എന്ന് നമ്മൾ പറഞ്ഞതിന് കാരണം അതാണ്. അതായത് പൂർണ്ണമായി മറ്റൊരവസ്ഥയിലേക്ക് മാറി. എന്നാൽ സ്കൂൾ ബാഗ് ഈസ് മേഡ് ഓഫ് ലെതർ എന്ന് പറയുമ്പോൾ ലെതർ എന്നത് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ ഘടനയിൽ, അത് നമ്മൾ പുറംചട്ടയിൽ മാത്രമാണ് മാറ്റം വന്നിരിക്കുന്നത്. പക്ഷേ അത് സ്കൂൾ ബാഗ് ആയപ്പോഴും അതിൻ്റെ ഘടനയിൽ, അതിൻ്റെ സ്വഭാവത്തിൽ ഒന്നും തന്നെ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അത് ലെതർ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും പൂർണ്ണമായി മാറ്റം വരികയാണെങ്കിൽ അവിടെ മേഡ് ഫ്രം എന്ന് പറയാം. അതല്ല, അതേ അവസ്ഥ തന്നെയാണ്, ചെറിയ മാറ്റങ്ങൾ വന്നുവെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ സ്വഭാവത്തിനും ഘടനയ്ക്കും ഒരു മാറ്റം വരുന്നില്ല എങ്കിലും നമ്മൾ മേഡ് ഓഫ് എന്ന് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഈ രണ്ട് സെൻറ്റൻസും ഇങ്ങനെ വന്നത്.